ഹലോ, എന്താ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? കാലത്ത് എണീറ്റ് പുറത്തേക്ക് നോക്കാന്ന് പറയുന്നത് നല്ല സുഖമുള്ള ഒരു കാര്യമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ 2 ദിവസത്തെ ഒരു വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു സ്ഥലത്തേക്ക് നോക്കാനുള്ള സമയം ഉണ്ടാവില്ല. പിന്നെ മോന് നേരത്തെ സ്കൂളിൽ പോകേണ്ടതായ കാരണം നമുക്ക് ഭക്ഷണമൊക്കെ നേരത്തെ ആക്കണം, ഹസ്ബൻഡിന് പോകേണ്ട സാധനങ്ങൾ വേഗമാക്കണം. അപ്പോൾ ഇതൊന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ്. നാളെ മോന്റെ സ്കൂളിലേക്ക് പോകേണ്ട ഒരു അത്യാവശ്യ കാര്യമുണ്ട്, എക്സിബിഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം ഇത്തിരി ലഘുവാക്കാന്ന് വിചാരിച്ചു. ലഘു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു കറിയാക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് മീൻകറിയും മീൻ വറുത്തതും ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. ഇതാകുമ്പോൾ വേഗം നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റൂല. പിന്നെ 2 ദിവസം ഇരിക്കും ചെയ്യും മീൻകറി ആവുമ്പോൾ. ഞാനിന്ന് മീൻകറി ഉണ്ടാക്കിയത് ഇങ്ങനെ അരച്ചിട്ടൊന്നുമല്ല കേട്ടോ, തേങ്ങ അരച്ചിട്ടൊന്നുമല്ല, സാധാരണ മുളകിട്ടിട്ടുള്ള വെപ്പാണ്. അതാണ് ഇപ്പൊ കൂടുതൽ മോനും ഹസ്ബൻഡിനും ഒക്കെ ഇഷ്ടം. അപ്പൊ അങ്ങനെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മീൻകറിയുടെ നമുക്ക് കാണിച്ചു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ലേ. എന്നാലും ഞാനൊരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയാ ഞാൻ ചെയ്യാറ് എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പുട്ടും പഴമാണ്. പിന്നെ ഹസ്ബൻഡിനുള്ള ചോറൊക്കെ ഞാൻ പാക്ക് ചെയ്യാന്ന് വെച്ചാൽ ചൂടാറാൻ വേണ്ടി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാതും ചൂടാറി കഴിഞ്ഞാൽ ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റും. 2പേരും കൂടെ ഭക്ഷണം കഴിച്ചു, കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പുട്ടും പഴം കൂടെ കഴിച്ചു. ഞാൻ കുറച്ച് ഡയറ്റിങ്ങിന്റെ ഭാഗമായിട്ട് ഞാൻ ഭക്ഷണം കാലത്തെ കഴിക്കുന്നത് ഒരു 1.5 ദോശയാണെങ്കിലും എല്ലാം 1.5 ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഭഗവാനെ തൊഴുത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ പണി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എനിക്ക് മോന്റെ എക്സിബിഷന് വേണ്ടിയിട്ട് ഒരു മില്ലറ്റ് കേക്ക് ഉണ്ടാക്കുന്ന ഒരു ഓർഡർ ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ഫസ്റ്റ് ടൈമാണ് ഇപ്പൊ ദുബായിൽ വന്നിട്ട്, ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഓർഡർ എടുക്കുന്നത്. അപ്പൊ ഞാൻ അവന് വേണ്ടിയിട്ട് കേക്ക് വേഗം ഉണ്ടാക്കി തീർക്കുകയാണ്. ഇന്നത്തോടെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം. രാത്രി 10 ആകുമ്പോഴേക്കും എൻ്റെ കേക്കെല്ലാം സെറ്റാക്കി വെക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തോ ഭാഗ്യവശാൽ അങ്ങനെ ഒരു 11 മണിയാകുമ്പോഴേക്കും എൻ്റെ കേക്കൊക്കെ സെറ്റാക്കി ഞാൻ ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചു. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മൾ തിരക്കിട്ടിട്ടാണ് സ്കൂളിൽ പോയത്, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. ചീഫ് ഗസ്റ്റിനെ കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് കട്ട് ചെയ്തു. അതൊരു ഭയങ്കര ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് ഈ ദുബായിൽ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നത്. അവർ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചോദിച്ചപ്പോൾ വിശദമായി ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ അവരുടെ സ്റ്റോളിന്റെ അടുത്ത് തന്നെയായിരുന്നു, ഓഡിറ്റോറിയത്തിലായ കാരണം കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കുട്ടികളുടെ. ഇത് മോന്റെ സ്റ്റോളാണ്, മില്ലറ്റ് സ്റ്റോളായിരുന്നു. അപ്പം മില്ലറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണ സാധനങ്ങളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പിന്നെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് ഒരു സാഡി മഹൽ ഉണ്ടായിരുന്നു, കുറെ സാരികളുടെ ഒക്കെ ആയിട്ട് ഒരു ഗുജറാത്തി സ്റ്റൈലിലായിരുന്നു കേട്ടോ അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുട്ടികളുടെ കുറെ പ്രോഗ്രാംസ് ഉണ്ട്, നമുക്ക് എല്ലാതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായി എൻജോയ് ചെയ്തു. പ്രോഗ്രാം ഒക്കെ നല്ല പ്രോഗ്രാംസ് ആയിരുന്നു. കുട്ടികളെ കൊണ്ട് അവരുടെ എക്സാം ടൈമിലാണ് ഇത് ചെയ്തത്. അപ്പോൾ നല്ല രസത്തിൽ ടീച്ചേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. അവരെല്ലാം നന്നായി കോപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇനി അടുത്തത് ഒരു ഫാഷൻ ഷോ ആയിരുന്നു. ഓരോ ആൾക്കാരും റെപ്രസെന്റ് ചെയ്തിട്ടായിരുന്നു ഫാഷൻ ഷോ ഉണ്ടായിരുന്നത്. ചരൺ സിംഗ്, പിന്നെ ഡോക്ടർ അബ്ദുൽ കലാം, പിന്നെ അതുപോലെ തന്നെ മൗഗ്ലീനെ വെച്ചിട്ടുള്ളത് ഉണ്ടായിരുന്നു, മഹാത്മാഗാന്ധിയുടെ ഉണ്ടായിരുന്നു. എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓരോ കുഞ്ഞു കുട്ടികളും ഇതിനെ ആക്കി എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ട് തന്നെയല്ലേ. ഇപ്പൊ മൗഗ്ലിയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ചെറിയ കുട്ടി മൗഗ്ലിയുടെ വേഷം കെട്ടി വന്നിട്ടുണ്ടായിരുന്നു. ഡാൻസ് ഉണ്ടായിരുന്നു, നാടൻ പാട്ട്, മണിയുടെ ഒരു പാട്ടായിരുന്നു കേട്ടോ. നമുക്ക് പാട്ട് ഇതിൽ വെക്കാൻ പറ്റാത്ത ഞാൻ വെക്കാതിരുന്നു. നന്നായി കളിച്ചു കുട്ടികളൊക്കെ എല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വരാം. അതുവരേക്കും ബൈ.